ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങക്കായ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുരിങ്ങ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ മുരിങ്ങക്കായുടെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറിച്ചിട്ട് ഒരുപാട് പേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്മളിതുപോലെ പറിച്ച് വെക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ഇതുപോലെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. മുരിങ്ങക്കായ സാധാരണ ഞങ്ങൾ കറി വെച്ചിട്ടും വറുത്തിട്ടും ഒക്കെ കൂട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് വറക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്കായാണ്. അപ്പോൾ നമ്മൾ മുരിങ്ങ വറവാക്കുന്ന സമയത്ത് മുരിങ്ങ നീളത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പം നമുക്ക് ആ നീളത്തിൽ തന്നെ അതിൻ്റെ ഫ്ലഷൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മുരിങ്ങ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചിയൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചുരണ്ടിയെടുക്കാം. അപ്പോൾ അതിനെ തോലൊന്നും കണിയാതെ തന്നെ നമുക്കതിൻ്റെ ഉള്ളിലെ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ കിട്ടും. അല്പം മൂത്തുപോയ മുരിങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ചുരണ്ടിയെടുക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ കണക്കായിട്ട് മൂത്ത മുരിങ്ങയാണെങ്കിൽ നമുക്കിതുപോലെ എളുപ്പത്തിലെടുക്കാം. ചുരണ്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് നുറുക്കി കൊടുത്താൽ നമ്മൾ വറവാക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ അത് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ മുഴുവൻ മുരിങ്ങയും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം വറുക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് തേങ്ങ ഒതുക്കണം. അപ്പം അതിന് വേണ്ടി ഞാനൊരു മിക്സി ജാർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് മുരിങ്ങ എടുത്തുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തേങ്ങ വേണ്ടി വരും. ഞാനൊരു 3/4 കപ്പ് തന്നെ തേങ്ങ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല എരിവൊക്കെ വേണമെങ്കിൽ ഒരു 5 വറ്റൽമുളകൊക്കെ ഇടാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അധികം അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അങ്ങനെ വറവുണ്ടാക്കാൻ വേണ്ടി അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അല്പം കറിവേപ്പില, ആവശ്യത്തിലുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നില്ല. അപ്പോൾ മുരിങ്ങ ഒന്നും കൂടിയും വേവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് കൂടെ അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായ് വറവാക്കുന്ന സമയത്ത് 5 മിനിറ്റ് മതിയാവും അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 6 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടാവും. നമ്മുടെ മുരിങ്ങയുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വറവ് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അതുപോലെ തന്നെ മുരിങ്ങക്കറി ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വറവാണിത്. കഴിക്കുമ്പോൾ ഏകദേശം ഒരു ക്യാബേജ് വറവിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിന് കിട്ടാറ്. മുരിങ്ങ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മുരിങ്ങക്കായൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരുപാട് പ്രയാസകരമായിരിക്കും. എന്നാൽ ഇതുപോലെ വറവുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് എന്നെയും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മുരിങ്ങ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.